ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. സർക്കാർ വാദം തള്ളി CAG. കിഫ്ബിക്ക് വേണ്ടിയുള്ള കടമെടുപ്പ് ബജറ്റിന് പുറത്തുള്ളതെന്ന റിപ്പോർട്ട്. കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് സർക്കാരിന്റെ ബാധ്യത കൂട്ടുന്നുവെന്നും റിപ്പോർട്ടിൽ. സപ്ലൈകോയിലെ വില വർധന നിയമസഭ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷത്തെ നേരിടാൻ ഭരണപക്ഷവും. സഭ ബഹളത്തിൽ മുങ്ങി. സ്പീക്കർ AN ഷംസീർ നടപടികൾ വേഗത്തിലാക്കി. സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചർച്ചയ്ക്കെത്തുന്ന കേന്ദ്രമന്ത്രിമാരുമായി പ്രധാനമന്ത്രി സംസാരിക്കണമെന്ന് കർഷക നേതാവ് സർവാൻ സിംഗ് പാന്ധേർ. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ സമാധാനപരമായി പ്രതിഷേധിക്കാൻ അനുവദിക്കണമെന്നും പാന്ധേർ. പൂപ്പാറയിൽ ഒഴിപ്പിക്കപ്പെട്ട കുടിയേറ്റക്കാരുടെ പുനരധിവാസം 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ കലക്ടർക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ശാന്തൻപാറ പഞ്ചായത്തിന്റെ 75 സെന്റ് സ്ഥലം ഉപയോഗിക്കാനാകുമോ എന്ന് പരിശോധിക്കാനും നിർദ്ദേശം. ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നു. തെരഞ്ഞെടുപ്പിൽ ജാഗ്രത വേണമെന്ന് തൃശൂർ അതിരൂപതയുടെ സർക്കുലർ. ജാഗ്രതാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ അതിരൂപത. ഈ മാസം 18-ന് സമുദായ ജാഗ്രതാ ദിനം. ഭരണഘടനാ വിരുദ്ധം. ഇലക്ട്രൽ ബോണ്ടിൽ കേന്ദ്രത്തിന് തിരിച്ചടി. റദ്ദാക്കണമെന്ന് സുപ്രീം കോടതി. നിർണായക വിധി പ്രഖ്യാപിച്ചത് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ച്. കൊട്ടിയൂർ പന്നിയാമലയിൽ കടുവ ചത്തതിന് കാരണം ശ്വാസകോശത്തിലുണ്ടായിരുന്ന ഗുരുതര രോഗബാധയും കുടലിലെ അണുബാധയും വൃക്കയ്ക്കും ആമാശയത്തിനുമുണ്ടായ പരിക്കുമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൂത്രത്തിൽ നിന്ന് വൈദ്യുതിയും ജൈവവളവും. പാലക്കാട് IIT-യുടെ കണ്ടുപിടുത്തം ഹിറ്റാകുന്നു. ഒരേ സമയം വൈദ്യുതിയും ജൈവവളവും മൂത്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനാകും. ഉത്തർപ്രദേശിലെ ബുണ്ടൽഖണ്ഡ് സ്ഫോടനം. 4 കുട്ടികൾ കൊല്ലപ്പെട്ടു. ഗൗരവ് മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കരിമരുന്ന് പ്രയോഗത്തിനിടെയായിരുന്നു സ്ഫോടനം. ത്രിപുര ഗവൺമെന്റ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റിന് മുന്നിൽ സ്ഥാപിച്ച സരസ്വതി വിഗ്രഹത്തെ ചൊല്ലി വിവാദം. വസന്ത പഞ്ചമി ദിവസം കോളേജിൽ സ്ഥാപിച്ച വിഗ്രഹമാണ് കടുത്ത വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. പ്രതിഷേധവുമായി ABVP രംഗത്ത്. കൂടുതൽ വാർത്തകൾക്കായി etvbharat.com സന്ദർശിക്കുക.